റെയിൽവേ ബോർഡ് അറിയാതെയാണ് പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനം നടന്നതെന്ന വാദം ശരിയല്ലെന്ന് വി.കെ. ശ്രീകണ്ഠൻ എം.പി. കർണാടക തെരഞ്ഞെടുപ്പാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്നും കർണാടക പിടിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. വിഭജനവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ശക്തമാക്കുമെന്നും മലബാറിലെ മുഴുവൻ എംപിമാരും സത്യഗ്രഹമിരിക്കുമെന്നും വി.കെ. ശ്രീകണ്ഠൻ എം.പി. പറഞ്ഞു. ഒരു മേജർ റെയിൽവേ ഡിവിഷൻ, അതും സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഡിവിഷൻ വിഭജിക്കാൻ തീരുമാനിച്ച കാര്യം കേന്ദ്രമന്ത്രി അറിയാത്തതുപോലെയാണ് പ്രതികരിച്ചത്. നമുക്കറിയാം, 2 വർഷം മുമ്പ് ഇതുപോലൊരു നീക്കം മംഗലാപുരത്തെ BJP MP-യും അവിടെ നിന്നുള്ള ഒരു കേന്ദ്ര മന്ത്രി ഇത് പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നു. ഒരു റെയിൽവേയുടെ റിവ്യൂ മീറ്റിംഗിൽ ഏകദേശം തീരുമാനം ഉടനെ എടുക്കുമെന്നുള്ള രീതിയിലാണ് അവരന്ന് അവിടെ പറഞ്ഞത്. ആ വിഷയം പുറത്തറിഞ്ഞ ഉടനെ തന്നെ കേരളത്തിലെ MP-മാരും സ്റ്റേറ്റ് ഗവൺമെന്റ് എല്ലാം ശക്തമായിട്ട് ഇടപെടുകയും കേന്ദ്ര റെയിൽവേ മന്ത്രി അന്ന് പാർലമെന്റ് നടക്കുന്ന സമയമാണ്. ആ പാർലമെന്റിൽ പറഞ്ഞു, അങ്ങനെ ഒരു പുതിയ ഡിവിഷൻ രൂപീകരിക്കാനുള്ള ഒരു പദ്ധതിയും ഒരാലോചനയും നടന്നിട്ടില്ല, പാലക്കാട് ഡിവിഷൻ വിഭജിക്കുന്ന പ്രശ്നവുമില്ല എന്ന് അസന്നിഗ്ധമായി പാർലമെന്റിനെ അറിയിച്ചു.